3 വർഷമായി ഒരു പാലത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് ഇറക്കി ഒരു കാലിനാട്ടിൽ പോയിട്ട് ആ പദ്ധതി പോലും ഇന്ന് ആവിഷ്കരിക്കുവാനോ അതൊന്ന് ഉദ്ഘാടനത്തിനെത്തിക്കുവാനോ സാധിക്കുന്നില്ല. പിന്നെ എന്ത് ഉറപ്പിന്റെ പേരിലാണ് പാലക്കാട്ടിലെ ജനങ്ങൾ CPM വോട്ട് ചെയ്യേണ്ടത്? ശരി, ഒരു ചോദ്യം കൂടി. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ നേരിട്ടുള്ളൊരു ചോദ്യമാണല്ലോ, എന്താണ് MSP എന്ന് പറഞ്ഞാൽ അറിയോ? എങ്ങനെയാണ് ഈ താങ്ങുവില വന്നതെന്നറിയോ? എങ്ങനെയാണ് താങ്ങുവില വന്നത്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം, ആ പാസാക്കിയതിൽ BJPയുടെ കേന്ദ്ര സർക്കാർ ഈ താങ്ങുവില കേരളത്തിന് നൽകാതെ സപ്ലൈകോയ്ക്ക് നോഡൽ ഏജൻസിക്ക് നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പാലക്കാട് ഉൾപ്പെടെയുള്ള കൃഷിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താങ്ങുവില കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? അത് BJP ഭരിക്കുന്ന ഗുജറാത്ത് അല്ല. 28 രൂപ 20 പൈസ നെൽകൃഷിക്കാർക്ക് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തെ കൊടുക്കുന്നുള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേര് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്നാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പോയി ചോദിക്കുക. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞു ഈ രാജ്യത്തിനകത്ത് വികസനത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന് പിന്നെ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ഈ പാലക്കാട് നഗരസഭ, നമ്മളൊക്കെ ഈ പാലക്കാടാണല്ലോ കൂടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ പാലക്കാട് BJP ഭരണം വന്നതിന് ശേഷം പൊളിക്കാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ? ടൗൺ ഹാള് പൊളിച്ചു, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു, സ്റ്റേഡിയം പൊളിച്ചു, കോട്ട മൈതാനം പൊളിച്ചു. പൊളിക്കാത്ത ആകെ ഒന്നുള്ളത് BJPയുടെ ചില നേതാക്കളുടെ അഹങ്കാരമല്ലാതെ വേറെ ഒന്നും പൊളിച്ചിട്ടില്ല. അവർ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുനിസിപ്പൽ ചെയർപേഴ്സണെ മാറ്റി വേറൊരാളെ വെക്കാൻ BJPയുടെ കാലുവാരൽ നാടകങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായത്. ഈ രാജ്യത്തിനകത്ത് ഈ BJPയെ ജനം നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പാലക്കാടും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ വിധിയെഴുത്താണ് നടത്തുക. ആ വിധിയെഴുത്തിൽ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കേരളത്തിലെ ജനം ഉത്തരം കൊടുക്കുമ്പോൾ, ഈ പാലക്കാട്ടെ ജനം ഉത്തരം കൊടുക്കുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് BJPക്കെതിരായി കോൺഗ്രസിനെതിരായി വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം.